അതിന്റെ 100ാം വാർഷികം നടത്താൻ. അത് ഒരു സമ്മേളനമല്ല, 2 സമ്മേളനമല്ല, 100ാം വാർഷികമാണ്. അത് 3 കൊല്ലം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടികൾ ആണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രഖ്യാപനമാണ് കാസർഗോഡ് വെച്ച് 30ാം തീയതി നടക്കാൻ പോകുന്നത്. ആ സമ്മേളനം പ്രഖ്യാപന സമ്മേളനമാണ്, അല്ലാതെ 100ാം വാർഷിക സമ്മേളനം അല്ല, പ്രഖ്യാപന സമ്മേളനമാണ്. പ്രഖ്യാപന സമ്മേളനം നമ്മൾ അൽഹംദുലില്ലാഹ് കേരളത്തിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ഭംഗിയായി പ്രഖ്യാപന സമ്മേളനം നടത്താൻ, ആ സമ്മേളനത്തിന് ശേഷം നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ വിവാദങ്ങളുടെ ആളുകളല്ല, അതുപോലെ തർക്കങ്ങളുടെ ആളുകളല്ല. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ, സത്യം പക്ഷത്തുണ്ടായാലും തർക്കം ഒഴിവാക്കുന്നവന് അതാ ബനല്ലാഹു ലഹു ഫീ അയലൽ ജന്ന, അല്ലാഹു തആല ബനല്ലാഹു ലഹു ബൈതൻ ഫീ അയലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉപരിയിൽ അല്ലാഹു തആല വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. സത്യം കയ്യിലുണ്ടായിട്ടും തർക്കം ഒഴിവാക്കുന്നവർ എന്ന് പറഞ്ഞാൽ സത്യം പറയാത്തവരെന്നല്ല, ബാത്തിലിനെ എതിർക്കാത്തവരെന്നല്ല, മറിച്ച് ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത ചില തർക്കങ്ങൾ വിളിച്ചിടും പലരും. അത്തരം തർക്കങ്ങളിൽ ഇടപെട്ട് നമ്മൾ ആളുകളെ സമയം കളയാനില്ല, മറിച്ച് ക്രിയാത്മകമായ അജണ്ടകൾ വെച്ച് നമ്മുടെ 100ാം വാർഷികം നമുക്ക് നടത്തണം. അതിന് നമ്മൾ സജ്ജരാകണം. പണ്ഡിതന്മാര് പ്രത്യേകിച്ചും സജ്ജരാകണം. അതിന് പണ്ഡിതന്മാർ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. അതിന് അർഹതപ്പെട്ട എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. നമ്മളെ ഒരു നാട്ടില്, നമ്മളെ ഒരു മഹല്ലില്, നമ്മളൊരു യൂണിറ്റില് അർഹതപ്പെട്ട ഒരു വ്യക്തിയും മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ട് എന്ന് നമുക്കൊരു തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് മെമ്പർഷിപ്പ് പ്രവർത്തനം കഴിയുമ്പോ നമുക്ക് ഉറപ്പിച്ച്, അതാ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കണം, എന്റെ നാട്ടിൽ അർഹതപ്പെട്ട ഒരു പണ്ഡിതനും മെമ്പർഷിപ്പ് എടുക്കാത്തതില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. അതിന് നിങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുമ്പോ എല്ലാവരും അതിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് ഈ സമയത്ത് പറയാൻ ഇൻഷാ അല്ലാഹ്. സമസ്ത കേരള ജമീയത്തുലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാനുണ്ട്, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമ്മുടെ സർവ്വ പ്രവർത്തകന്മാരും സജീവമായ ഈ പ്രവർത്തന രംഗത്തുണ്ടാകണം. നമ്മൾ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂബക്കർ അൽ ബഖലാനി റളിയല്ലാഹു അൻഹു, അബൂബക്കർ ഇബ്നു ഫൂറഖ് പോലത്തെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്ന് പ്രസംഗിച്ചാൽ പോരാ, നമ്മൾ അധ്വാനിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിനെല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മഹാനവർകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ആരോഗ്യം പരിപൂർണമായും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സമയത്തും എവിടെയെല്ലാമാണ് യാത്ര ചെയ്യുന്നത്, എത്ര ദൂരെ നിന്നാണ് ഇവിടെ എത്തിയത്, ഇവിടെ വന്നിട്ടും ഉസ്താദ് അവറുകൾ അതാ അവിടുത്തെ ആരോഗ്യമൊന്നും വകവെക്കാതെ ഇപ്പോഴും ഖിദ്മത്തിൽ തന്നെ നീങ്ങുകയാണ്. സയ്യിദ് അലി ബാഫഖി തങ്ങൾ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സ്റ്റേജുകളിലേക്ക് വരുന്നത്. അതൊക്കെ നമ്മൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മൾ സജീവമായ പ്രവർത്തന രംഗത്ത് ഉണ്ടാകണം. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം അതുപോലെ SMA-യും അതുപോലെ നമ്മുടെ സുന്നി ജമീഅത്തുൽ മുഅല്ലിമീനും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും ഒക്കെ ശക്തിപ്പെടുത്താൻ സജീവമായി ഉണ്ടാകണം. നമ്മുടെ മർക്കസ് മുതൽ മഅദിൻ മുതൽ സഅദിയ മുതൽ മഖർ മുതൽ നമ്മുടെ മജ്മഅകൾ, സിറാജുൽ ഹുദകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ അശ്അരി അടക്കം ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളൊക്കെയും ശക്തിപ്പെടുത്താൻ സജീവമായി സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ എല്ലാവരും രംഗത്തുണ്ടാകണം എന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.